എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, ഇപ്പോൾ നടന്ന ഒരു സംഭവമാണ്. അതറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് പനിയാണ്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ, ഉത്തരം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കുറിയൊക്കെ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. പനിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അറിഞ്ഞൊരു വാർത്തയെന്ന് വെച്ചാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഭർത്താവിൻ്റെ ജനനേന്ദ്രിയം ഭാര്യ ഛേദിക്കാൻ ശ്രമിച്ചു എന്ന ഒരു പരാതിയാണ്, ഒരു കേസാണ് ഇപ്പം നടന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് സംഭവം. അങ്ങനെ നമ്മുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിരിക്കുകയാണ് ഭാര്യയുടെ പേരിൽ. അപ്പോൾ നമ്മുടെ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും, പിന്നീട് ഭർത്താവിന് 8-9 വർഷമായിട്ട് ആ പാവം സ്ത്രീ അദ്ദേഹത്തെ ഒരുപാട് സഹിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടെന്നും അത് തുടങ്ങിയ അന്ന് മുതൽ അവർക്ക് മനസ്സിനൊരു സന്തോഷമില്ലെന്നും, അദ്ദേഹത്തിന് എല്ലാം തൊടുന്നതും പിടിക്കുന്നതും അത്രയും കുറ്റമാണെന്നും, കുട്ടികളെയും ഭാര്യയെയും നിരന്തരം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്നാണ് നമ്മുടെ ആ ഒരു സ്ത്രീ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഭർത്താവെന്ന് പറയുന്ന ആൾ മധ്യവയസ്കനാണ്. ഭാര്യയുടെ കാര്യം ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ കണ്ട വീഡിയോയിലെന്ന് വെച്ചാൽ അവരുടെ മുഖം ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഭർത്താവ് മധ്യവയസ്കനാണ്. അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധം ഉണ്ട് എന്നാണ് നമ്മുടെ ആ സ്ത്രീ ആരോപിക്കുന്നത്. അങ്ങനെ അവർ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. അപ്പോൾ അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ കത്തി കൊണ്ടുവന്ന് അവരുടെ കഴുത്തിന് നേരെ വയ്ക്കുകയും അവർ ബഹളം കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്തിന് അങ്ങോട്ടേക്ക് ഓടി വന്ന അവരുടെ സഹോദരൻ്റെ മകനെ കുത്തി പരിക്കേൽപ്പിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ മുറിയിൽ കയറി വാതിലടച്ചിട്ട് സ്വന്തമായിട്ട് ജനനേന്ദ്രിയം മുറിക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അതിനുശേഷം ഈ പുള്ളിക്കാരൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ സ്ത്രീ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു എന്നാണ് സ്ത്രീ പറയുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഭാര്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കള്ളത്തെളിവ് ഉണ്ടാക്കാനായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവേൽപ്പിച്ചിട്ട് എൻ്റെ ഭാര്യ എന്നെ വെട്ടിയെന്നോ അല്ലെങ്കിൽ മുറിക്കാൻ ശ്രമിച്ചു എന്നോ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇതുപോലെ ഉള്ള ഒരു രഹസ്യ ഭാഗത്ത് തന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെ ഒരു സംശയം. അതിന് ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരങ്ങനെ ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അവർ ഏതറ്റം വരെ വേണേലും പോവാനും തയ്യാറാണെന്നും ഒക്കെയാണ് ഭാര്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയില്ല. അത് ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസ് ഒരുപക്ഷെ ഉണ്ടായിരിക്കും. കാസർഗോഡ് ജില്ലയിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതൊരു മുസ്ലിം കുടുംബമാണ്. ഇപ്പോൾ കുടുംബം ഏതാണ് എന്നുള്ളതിലൊന്നും കാര്യമില്ല. എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കുറേ പേരൊക്കെ പുറം ലോകം അറിയുന്നുണ്ട്, എന്നാൽ പലതും പുറം ലോകം അറിയാണ്ട് പോകുന്നുമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പരസ്ത്രീ ബന്ധം തുടങ്ങിയതിന് ശേഷം എന്ന് വെച്ചാൽ ഒരു 9 വർഷത്തോളമായി പുള്ളിക്കാരന് പരസ്ത്രീ ബന്ധം തുടങ്ങിയിട്ട് എന്നാണ് ആ സ്ത്രീ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇവർ പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നമ്മളൊരു വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് നോക്കുവാണെങ്കിൽ അദ്ദേഹം കുറച്ച് നല്ല പ്രായം കൂടിയ ആളാണ്. അപ്പോൾ ഇവർ പറയുന്നത് കുട്ടികളെയും ഇവരെയും അങ്ങേര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മർദ്ദിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കാര്യത്തിൻ്റെ നിജസ്ഥിതി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എത്ര കുടുംബങ്ങളുണ്ടാവും ഇന്ന് നമ്മൾ അറിയുന്നതും അറിയാത്തതായിട്ടും. ഈ പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് വലിയൊരു വിപത്ത് തന്നെയാണ്.
അത് ഇനി ആ സ്ത്രീ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ആ പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല ഏജുള്ളൊരു മനുഷ്യനാണ് എന്ന് കരുതിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അവർക്ക് മാത്രം പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിലേക്കിത് എത്തിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ തെറി വിളിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ വന്ന് വിളിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബായ്.